അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കുറെ സഹാബാക്കൾ അവിടെ ചിരിക്കുകയാണ്, ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കുന്നു സംസാരിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടത്, നരകത്തെ കുറിച്ച് കണ്ടത് നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിച്ചിട്ട് കൂടുതൽ കരയായിരുന്നു, കുറച്ച് ചിരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു. നിങ്ങൾക്കറിയോ നരകത്തിന്റെ അവസ്ഥ എന്താണെന്ന്? ഇപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ചിരിയാണില്ലേ, നിങ്ങളൊക്കെ ചിരിക്കുകയാണില്ലേ? ചിന്തിച്ചു നോക്കി. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നരകം ഒരു ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ. നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണം, നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണം. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആകെ മൊത്തം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഈ ഇബാദത്തും ഈ ഓതലും ഈ സദഖയും ഈ നസീഹത്തും ഈ ഇഅ്തികാഫും ഇതെല്ലാം നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളെ നരകത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തണം. കാരണം നരകത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ അവിടെ കിടന്ന് നമ്മൾ നിലവിളിക്കുന്ന രംഗങ്ങൾ അല്ലാഹു നമ്മളെ അറിയിച്ചതാണ്. നരകത്തിൽ കിടന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കാതെ, ഇന്ന് നമ്മൾ ആലോചിക്കാതെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാതെ, നരകത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയാതെ നാളെ ആഖിറത്തിലെത്തി നരകത്തിൽ എങ്ങാനുമാണ് നിന്നെ വിധിക്കപ്പെട്ടതെങ്കിൽ ആ നരകത്തിൽ കിടന്നിട്ട് നീ റബ്ബിനോട് വിളിക്കുന്ന വിളി പരിശുദ്ധ ഖുർആൻ തന്നെ പറയും. ഒന്നാമത്തെ വിളി റബ്ബനാ അമത്തനാ സ്നതൈൻ വഅഹ്യൈതനാ സ്നതൈൻ فاعترفنا بذنوبنا فهل إلى خروج من سبيل. ഇന്ന് നമ്മുടെ സമയവും യുവത്വവും സമ്പത്തും മുഴുവനും നശിപ്പിച്ചിട്ട് നാളെ നരകത്തിൽ പോയി കിടന്നിട്ട് അള്ളാന്റെ കോടതിയിൽ വന്ന് വിളിച്ചു പോവുകയാ, പടച്ചവനെ നീ ഞങ്ങളെ 2 പ്രാവശ്യം ജീവിപ്പിച്ചവനാണ്, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചവനാണ്. ആലമുൽ അർവാഹിൽ ഞങ്ങളെ ജീവിപ്പിച്ചിട്ട് ഞാനല്ലേ നിന്റെ റബ്ബെന്ന് ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് അവിടെ വെച്ച് ഞങ്ങളെ നീ മരിപ്പിച്ചു. പിന്നെ ദുനിയാവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകി, അവിടെയും ഞങ്ങൾ മരിച്ചു. ഇന്ന് നിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ ഫഅതറഫ്നാ ബിദുനൂബിനാ, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മുന്നിൽ ഏറ്റുപറയുന്നു. അല്ലാഹ് ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല പഴുതുകളുമുണ്ടോ അല്ലാഹ്? അവിടെ പോയി ചോദിക്കും. അല്ലാഹുവിന്റെ മറുപടി ذلكم بأنكم إذا دعي الله وحده كفرتم. ذلكم بأنه إذا دعي الله وحده كفرتم. ദുനിയാവിൽ വെച്ച് അല്ലാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതല്ലേ, ക്ഷണിക്കപ്പെടേണ്ടവർ ക്ഷണിച്ചതല്ലേ, പക്ഷേ കഫർത്തും, അന്ന് നിങ്ങളത് നിഷേധിച്ചവരാണ്. അല്ലാഹു പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അന്ന് നിങ്ങൾ നിഷേധിച്ചു. അന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് വരണം, പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹറാമുകളൊക്കെ ഒഴിവാകണം, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയേണ്ടവർ പറഞ്ഞു തന്നപ്പോ കഫർത്തും അതിനെതിരായി വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തില്ലേ? ഫൽ ഹുക്മു ലില്ലാഹ് ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. ഇന്ന് ഇവിടുത്തെ എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇതിന്റെ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് നീ മിണ്ടാണ്ടിരിക്കടോ, സംസാരിക്കണ്ട, തീർന്നു. മറുപടി ഒറ്റ കേൾക്കാം. ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله. إن الله هو الجഡ്ജി, അവനാണ് വിധിക്കുന്നത്. ഇപ്പൊ നീ പറയണ്ട. രണ്ടാമത് വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ ബസർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, നാളെ ആഖിറത്തിലെ കുറ്റവാളികളെ തലകുനിഞ്ഞ നിലയിൽ അവരെ കൊണ്ടുവരുന്നത് നബിയെ നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരപ്പോൾ നിലവിളിക്കുകയാണ്, റബ്ബനാ
അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, ഇന്ന് ഞങ്ങളുടെ കണ്ണു തുറന്നു പടച്ചവനെ, ഇന്ന് ഞങ്ങൾ നിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി അല്ലാ, ഇന്ന് ഞങ്ങൾ കേട്ടു പടച്ചവനെ, ഒന്ന് രക്ഷ തരണേ അല്ലാ, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഉറപ്പ് പറയുന്നു ഇനി തെറ്റിലേക്ക് പോകില്ല റബ്ബേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് നൽകുമായിരുന്നു. വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. കല്ലും നെല്ലും ഞാൻ മനസ്സിലാക്കി കൊടുത്തു. ആരാണ് സത്യത്തിന്റെ പന്ഥാവിലേക്ക് വന്നത് അവരെ ഞാൻ രക്ഷപ്പെടുത്തും, അല്ലാത്തവർക്ക് ശിക്ഷ ഉറപ്പായി ഞാൻ വിധിക്കുകയും ചെയ്തു. എല്ലാ സംവിധാനം ഉണ്ടല്ലോ, സത്യം മനസ്സിലാക്കാനുള്ള വഴിയുണ്ടല്ലോ, പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, യൂട്യൂബിലൂടെ ഹക്ക് മനസ്സിലാക്കാനുള്ള മാർഗം ഉണ്ടല്ലോ, എല്ലാം നിന്റെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല, അന്ന് മനസ്സിലാക്കിയില്ല. വീണ്ടും വീണ്ടും അവൻ പറയുകയാണ്, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക് വനത്തബിഉർ റുസുൽ നുജിബ് ദഅവതക് വനത്തബിഉർ റുസുൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, വഅൻദിരിന്നാസ യൗമ യതീഹിമുൽ അദാബ്. അല്ലാഹുവിന്റെ വലിയ വിപത്ത് വരുന്ന ആ ദിവസത്തെ ഒന്ന് താക്കീത് കൊടുക്കണേ നബിയേ. ഫയഖൂലുൽ ലദീന ളലമൂ, അന്ന് അഹങ്കാരികൾ വിളിച്ചു പറയും അത്രേ, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്. ഒരു നിശ്ചിത ദിവസത്തേക്ക് ഒന്ന് സമയം താ പടച്ചവനെ. നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ. നിന്റെ വിളിയെ ഞങ്ങൾ സ്വീകരിക്കാം, നിന്റെ പ്രവാചകനെ ഞങ്ങൾ അനുസരിക്കാം അല്ലാഹ്. അപ്പൊ പറയും, ഇന്ന് പറയൂല, ഇന്നത് കേട്ടാലൊന്നും അവന്റെ കാതിലേക്ക് കയറൂല. അവിടെ അവൻ വിളിച്ചു പറയും, അല്ലാഹുവേ നുജിബ് ദഅവതക് വനത്തബിഉർ റുസുൽ. നിന്റെ പ്രവാചകനെ സ്വീകരിക്കാം, നിന്റെ വാക്കിനെ ഞങ്ങൾ അംഗീകരിക്കാം. അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ മാലകും മിൻ സവാൽ. ഇല്ല, ആഖിറമില്ല, നരകമില്ല, സ്വർഗമില്ല, അതിനെ പരിഹസിച്ച് കളിയാക്കി നടന്നവനല്ലേ. മരിച്ചതോടുകൂടി എല്ലാം തീർന്നു പോകുമെന്ന് ദുനിയാവിൽ വെച്ച് സത്യം ചെയ്തവനല്ലേ. ചോദിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലാഹ് ഉടനെ മറുപടി തരികയാണ്. ഇതിനൊക്കെ അല്ലാഹ് മറുപടി തരികയാണ്. വീണ്ടും അവസാനമായി അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, അല്ലാഹുവിനോട് ചോദിക്കാൻ, ഫമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. അവന്റെ നന്മ തിന്മകൾ എഴുതി തുലാസിൽ വെക്കുകയാണ്. നന്മ കുറഞ്ഞു പോയോ അവൻ തീരാ നഷ്ടത്തിലാണ്, നേരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. തൽഫഹു വജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. ആ നരകം അവനെ നക്കി തുടച്ചെടുക്കുമത്രേ. അവന്റെ വിളിയാളം കേൾക്കുമ്പോ മലക്കുകൾ അവനോട് ചോദിക്കുകയാണ്, അലം തകുന്നായാതി തുത്ലാ അലൈക്കും ഫകുന്തും ബിഹാ തുകസിബൂൻ. അല്ലാഹുവിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തം നിന്റെ മുന്നിൽ വന്നപ്പോ അത് തള്ളിക്കളഞ്ഞവനല്ലേ, അതിനെ കളവാക്കിയവനല്ലേ. ഇപ്പോ നീ എന്തിനാണ് ഈ നിലവിളി കൂട്ടുന്നത്? ഉടനെ അവൻ പറയും, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. പടച്ചവനെ, ദുനിയാവിന്റെ ലഹരി എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞുവല്ല, ദുനിയാവിന്റെ സന്തോഷം എന്നെ കുടുക്കി കളഞ്ഞുവല്ല, ദുനിയാവിന്റെ എല്ലാ അനുഭൂതികളിലും ഞാൻ വീണ്ടുപോയി പടച്ചവനെ. അതുകൊണ്ട് നാദാ നിന്നോട് കാവൽ തേടുന്നു, പൊരുത്തം ചോദിക്കുന്നു, ഈ നരകയാതനയിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഉറപ്പു തരുന്നു പടച്ചവനെ, ഉറപ്പു തരുന്നു പടച്ചവനെ, ഇനി മേലിൽ ഒരു
തെറ്റിലേക്ക് പോകില്ല. അല്ലാ, ആ നരകത്തിൽ കിടന്ന് അവസാനമായി ഈ അഹങ്കാരി കുറ്റവാളി വിളിച്ചു പറയുമ്പോ അവസാനം അല്ലാഹുവിന്റെ മറുപടി ഖാല ഖ്സഊ ഫിഹാ വലാ തുകല്ലിമൂൻ. ഇനി നീ മിണ്ടരുത്, ഇനി നീ മിണ്ടരുത്, സംസാരിച്ചതൊക്കെ മതി, നിർത്തവിടെ, ഇനി നിനക്ക് മിണ്ടാനുള്ള സമയമില്ല, നീ കാലാകാലം നരകത്തിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മിണ്ടി പോകരുത്. ഈ 5 ദുആയ്ക്കും അള്ളാഹു മറുപടി തരുന്നു. അവസാനത്തെ മറുപടി കടുപ്പം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അവസാനം അല്ലാഹു പറഞ്ഞത് ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നു. നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ഈ യാചന നീ എന്നോട് യാചിച്ചിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ അവിടെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷെ അപ്പോഴും നീ അഹങ്കാരിയായി ഈ ദുനിയാവിൽ നിന്ന് നീ എന്നെ കാണാൻ വന്നവനാണ്. ഇല്ല, ഇനി നീ മിണ്ടാൻ പാടില്ല. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി. ഇത്രയും ഒക്കെ ദാസന്മാർ ഈ നരകത്തിൽ കിടക്കുമ്പോൾ അതിൽ നിന്നൊരു വിഭാഗം ആളുകളുണ്ട്. യഖൂലൂൻ, അവർ പറയും, അവരുടെ ദുആ, റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ. സാലിഹീങ്ങളായ മനുഷ്യർ, സദ്വൃത്തരായ മനുഷ്യർ, അവരുടെ ദുആ നമ്മൾ ഈ രാവും പകലും നോമ്പും പിടിച്ച് തറാവിഹി നമസ്കരിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരുന്ന് നമ്മുടെ ദുആ എന്താ? ആമന്ന, പടച്ചവനെ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചവരാണ്. അല്ലാഹ് ഫഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം പടച്ചവനെ. വർഹംനാ, നീ ഞങ്ങളുടെ കരുണ കാണിക്കണം പടച്ചവനെ. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിൽ ഒരു വിഭാഗം. യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ വഅൻത ഖൈറുർ റഹീമീൻ. ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ നീയാണ് പടച്ചവനെ. അക്കൂട്ടത്തെ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. അവസാനത്തെ 10 നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഈ ജുമായോടുകൂടി ഇനി അടുത്ത വർഷം ഈ റമദാൻ നമ്മളിൽ ഉണ്ടാകുമെന്നോ, നമുക്ക് അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്നോ, ഇന്ന് പെരുന്നാൾ ആഘോഷിക്കണമെന്നും ലൈലത്തുൽ ഖദറിൽ കൂടണമെന്നും അവസാനത്തെ ജുമാ നമസ്കരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന നമ്മൾപ്പെട്ട സഹോദരങ്ങൾക്ക് ആശുപത്രിയിലാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, നമുക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് റമദാൻ. നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും നാളെ നരകത്തിൽ കിടന്ന് വിളിച്ചു പോവേണ്ട ഒരു ഗതികേട് നമുക്ക് ആർക്കും ഉണ്ടാകരുത്. അല്ലാഹു തആല പറഞ്ഞ സ്വാലിഹീങ്ങളിൽ, അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മൾ ആകണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് ദുആ ചെയ്യണം. പടച്ചവനെ, പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, നീ ഞങ്ങൾ കരുണ കാണിക്കണം, നീ ഞങ്ങൾക്ക് പുറത്തു തരണം. പടച്ചവനെ, നീയാണ് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ നീയാണ്. അല്ലാതെ മരണം വരെ നമ്മൾ കഞ്ചാവിനും ലഹരിക്കും അടിമയായി അല്ലാഹുവിന്റെ പൊരുത്തമില്ലാതെ അവസാനം ആ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അല്ലാഹ് ഇവന് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞാൽ അത് പുറത്തു കൊള്ളണം എന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം. പൊറുക്കാൻ നിനക്ക് ആരോഗ്യമുള്ളപ്പോ, ആരോഗ്യദൃഢഗാത്രനായിരിക്കുമ്പോ, നിനക്ക് ഊർജവും ഓജസ്സും തേജസ്സും ഉള്ളപ്പോ പടച്ചവനോട് നീ ചോദിച്ചാൽ 2 കൈകളും നീട്ടി നിന്റെ കണ്ണുനീരൊപ്പിയെടുത്ത് പടച്ചവൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികൾ അവൻ തുറന്നു തരും. മറിച്ച് മരണശേഷം നരകത്തിൽ പോയി കിടന്നിട്ട് പടച്ചവന്റെ മുന്നിൽ വേവലാതിപ്പെട്ടാൽ അല്ലാഹു പറയും, മിണ്ടരുത്, നീ നിനക്ക് മിണ്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല, അതൊക്കെ നിനക്ക് ദുനിയാവിൽ ഞാൻ വെച്ച് തീർത്തതാണ്, ഇവിടെ നീ മിണ്ടിപ്പോകരുത്, നരകത്തിൽ കിടന്നുകൊള്ളുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിന്റെ ആയത്ത് കേട്ടപ്പോ സഹാബാക്കൾ മറിഞ്ഞു വീണ് മരിച്ചു. അറ്റാക്ക് വന്നു, നബിതങ്ങളുടെ ബോധം പോയി. ഈ നരകം ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മളെ എല്ലാവരും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖലഖല്ലാഹു അന്നാറ റഹ്മതൻ. അല്ലാഹു നരകം സൃഷ്ടിച്ചത് കാരുണ്യമാണ്. നരകം കാരുണ്യം, അതെ, നരകം അല്ലാഹു സൃഷ്ടിച്ചത് കാരുണ്യമായിട്ടാണ്. ഖലഖല്ലാഹു അന്നാറ റഹ്മ, അല്ലാഹു റഹ്മത്തായിട്ടാണ് നരകം സൃഷ്ടിച്ചത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ലിയുഖവ്വിഫല്ലാഹു ഇബാദഹു, യുഖവ്വിഫുല്ലാഹു ഇബാദഹു ലിയൻതഹു. തെറ്റുകളിൽ നിന്ന് നമുക്കൊക്കെ മാറി നിൽക്കാൻ, നമ്മളെ പേടിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് അത് റഹ്മത്താണ്. എന്നെ നരകത്തിൽ തെള്ളിയിടും കേട്ടോ അല്ലാഹ്, അപ്പൊ തെറ്റിലേക്ക് പോകൂല. സൂക്ഷിക്കാൻ, പേടിക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു നരകം എന്നൊരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഈ തെറ്റ് ചെയ്യാതെ നമ്മൾ സൂക്ഷിക്കുന്നത്. മാക്സിമം നരകമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും?
ഇമാമും ജമാഅത്തായിട്ട് ഞാൻ തന്നെ ആദ്യം തുടങ്ങും, പിന്നെ എന്റെ പിന്നിൽ നിന്ന് നിങ്ങളും തുടങ്ങും. ഈ നരകം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ടാ പടച്ചോനെ ഇങ്ങനെയെങ്കിലും പിടിച്ചിരിക്കുന്നത്. അപ്പൊ റഹ്മത്തല്ലേ, ആ നരകത്തെ അള്ളാഹ് സൃഷ്ടിച്ച റഹ്മത്തല്ലേ, അത് ഓർത്തിട്ടല്ലേ. ഈ പോലീസ് സംവിധാനം ഇല്ലാതെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചു നോക്കി. പട്ടാളം ഇല്ലാതെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കി. പോലീസ് ഉണ്ടായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, പിന്നെ പോലീസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അപ്പൊ നരകം ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയുണ്ട്. നരകം നരകം നരകം. അതുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കാനൊക്കെ വരുന്നത്. പടച്ചവനെ നീ ഞങ്ങളെ പിടിച്ച് അവിടെ ഇടും, തീയിലിട്ട് കത്തിക്കും, പടച്ചവനെ ഞങ്ങൾക്ക് ഇത് പേടിയാണ് എന്ന ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് റഹ്മത്താണ് നരകത്തെ. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല പറഞ്ഞതാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം, പേടിക്കണം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫസമിഅ ഖാരിഅൻ യഖൂൽ, ഒരാൾ ഓതുന്നത് റസൂലുള്ളാഹി തങ്ങൾ കേട്ടു. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുകയാണ്, ഒരു സ്വഹാബി ഇരുന്ന് ഓതുകയാണ്. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ, കാലുകളിലെ ചങ്ങലകൾ വെച്ച് ജ്വലിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തെ കുറിച്ച്, അവർക്ക് ആ നരകത്തിൽ കൊടുക്കുന്ന ഭക്ഷണം അവരുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന രംഗങ്ങളെ കുറിച്ച് ഒരു സഹാബി ഇരുന്ന് ഓതുന്നത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഇഖ ഹത്താ ഖശിയ അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ വീണു മയങ്ങിപ്പോയി. കേട്ടതേ ഉള്ളൂ, ഓതിയില്ല. ഒരാളിൽ നോതാണ്, നാളെ ചങ്ങലയിലിട്ട് കാല് ബന്ധിച്ച് ജ്വലിക്കുന്ന നരകത്തിൽ നിന്നെ കൊണ്ടുപോയിടും. ഭക്ഷണം ചോദിക്കുമ്പോ മുള്ളുകളുള്ള ഭക്ഷണം കൊണ്ടുവരും, അത് നിന്റെ തൊണ്ടയിൽ കുടുങ്ങും. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ പിടച്ച് വീണു പോയി. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂല് മയങ്ങിപ്പോയി. അതേപോലെ മറ്റൊരു സന്ദർഭത്തിൽ തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ നസല യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും ശരീരത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബാക്കളോട് അത് ഓതിക്കൊടുക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളെ വെച്ച് അത് ഓതിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ആ സദസ്സിൽ ഇത് കേട്ട ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. സദസ്സിൽ ചെറുപ്പക്കാരന്റെ മുന്നിൽ റസൂലുള്ളാഹി ഓതുവാണ്, അപ്പോഴേ കുഴഞ്ഞു വീണു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് പോയി ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവച്ചു നോക്കിയപ്പോ അത് പിടയ്ക്കുകയാണ്. പടയ്ക്കുന്നു, അറ്റാക്ക് വന്ന് ആയത്ത് കേട്ടപ്പോഴേ, അല്ല വേറൊന്നുമല്ല, പഠിക്കുന്നു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ ഫതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏ സഹോദരാ, നീ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫബശ്ശറഹു ബിൽ ജന്ന, ഫബശ്ശറഹു ബിൽ ജന്ന. അങ്ങനെ ആ കലിമ ചൊല്ലി അതേ അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഒരൊറ്റ ആയത്ത് കേട്ടതാണ് നരകത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഉടനെ സഹാബാക്കൾ ചോദിച്ചു, അമിൻ ബൈനിനാ, നബി നമ്മളിൽപ്പെട്ട ആളല്ലേ അത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി തങ്ങൾ ചോദിച്ചു, അവമാ സമഅതുമുല്ലാഹ യഖൂൽ, അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. നാളെ ആ സ്വർഗമുണ്ടല്ലോ, അല്ലാഹു തആല നൽകുന്നത് എന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി പഠിച്ചിട്ട് നാളത്തെ ശിക്ഷയെ ഭയപ്പെടുന്നവർക്കുള്ളതാണെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? ആ ആയത്ത് കേട്ടിട്ടാണ് ഈ സഹാബി മരണപ്പെട്ടതെങ്കിൽ ഇത് നമുക്കെല്ലാം ബാധകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ല, നമുക്കൊക്കെ ഇതാണ് സംഭവം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖട്ടെ. ഒരൊറ്റ ആയത്തോതി ഒരു ചെറുപ്പക്കാരൻ തലകറങ്ങി വീണ് മരിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു عندما تجهز الجيش الى غزوه മൂത്ത യുദ്ധത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കരയുകയാണ്. മൂത്ത യുദ്ധത്തിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും തർത്തീബാക്കാണ്. അപ്പോഴത്തേക്ക് കരയുന്നു. മാ യുബ്കീക്, എന്തേ കരയുന്നത്? ഇന്നി ലാ അബ്കീ ബിഹുബ്ബി ദുനിയ, ദുനിയാവിനോടുള്ള മോഹം കൊണ്ട് ഞാൻ കരയുകയല്ല. യുദ്ധത്തിനൊക്കെ പോവല്ലേ, ഇനി മരിച്ചു എന്നുള്ള പേടിയില്ലാന്നോ? ഏയ്, അതല്ല. പക്ഷേ ഖാലല്ലാഹു തആല, പടച്ചവൻ പറഞ്ഞു, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അല്ലാഹു തആല പറഞ്ഞത് എന്നെ വല്ലാണ്ട് പേടിപ്പെടുത്തുകയാണ്. ഒരാളെയും വിടാതെ ആ നരകത്തിലേക്ക് ഞാൻ കൊണ്ടുവരും കേട്ടോ. അതെന്റെ വ്യക്തമായ താക്കീതാണ്, ഗർജനമാണ്, ഖണ്ഡിതമായ എന്റെ അഭിപ്രായമാണ്. കൊണ്ടുവരും ഞാൻ. വളരെ ഗൗരവത്തോടെ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ മടിയിൽ കിടന്ന് കരയുന്നു. ഭാര്യ അത് കണ്ടിട്ട് കരയുന്നു. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? നിങ്ങൾ കരഞ്ഞത് കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കരഞ്ഞത് അള്ളാന്റെ ഈ ഒരായത്ത് ഓർത്തിട്ട് കരഞ്ഞു പോയതാ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. അള്ളാന്റെ ഖണ്ഡിതമായ അഭിപ്രായമാണ് അവിടെ കൊണ്ടുവരും എന്നുള്ളത്. ഞാൻ അതിൽ പെട്ടുപോകുമോ എന്ന് എനിക്ക് പേടി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർ ആരാണോ അവരെ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതല്ലാത്തവരെ മുട്ടുകുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് തള്ളിയിടുമത്രേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ അവസാനത്തെ 10 അല്ലാഹുവോട് ചോദിക്കുന്നതാണ്, അഅ്തിഖ്നാ മിനന്നാർ, നീ രക്ഷിക്കണേ അല്ലാഹ്, നീ രക്ഷിക്കണേ അല്ലാഹ്. നമുക്കിതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവൻ എന്ന് ചോദിക്കുന്ന ചോദ്യം അതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എടുത്ത് മടിയിൽ കിടത്തി. സ്വന്തം മകനെടുത്ത് മടിയിൽ കിടത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മോനെ റഅസി അലൽ അർള്, എന്റെ തല നീ ഭൂമിയിൽ വെക്കണേ മോനെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തറയിൽ ഇറക്കി കിടത്തി. ഫഖാല, ഉമർ പറഞ്ഞു, യാ വൈലി വവൈലി ഉമ്മി ഇല്ലം യർഹം റബ്ബി. എന്റെയും എന്റെ ഉമ്മാടെ നാശവും പടച്ചവരെ നീ എന്നോട് കരുണ ചെയ്തില്ല എങ്കിൽ അല്ലാഹ് ഞങ്ങൾക്ക് നാശം തന്നെ, നാശം തന്നെ. ആരാ പറഞ്ഞെന്നറിയോ? ബശ്ശറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ജന്നതി ഇദ്ദത മറാത്ത്. പല പ്രാവശ്യം ഈ ഉമറിന്റെ മുഖത്ത് നോക്കി സ്വർഗ്ഗത്തിലാണ്, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, ഉമറേ നീ സ്വർഗ്ഗത്തിലാണെന്ന് പല പ്രാവശ്യം ഉമറിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പോലും ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ വൈലി, എന്റെ നാശമേ, ലം തലിദിനി ഉമ്മി, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ അല്ലാഹ് എനിക്കും എന്റെ ഉമ്മക്കും വന്ന നാശമേ, നാശമേ. പേടിച്ചിട്ട്, നരകത്തെ പേടിച്ചിട്ട് അറിയാൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള 10 പ്രാവശ്യം പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് പറയാ പേടി, 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 പേടി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഫബകാ ഇൻദ മറളി മൗതിഹി, മരിക്കാൻ കിടക്കുന്ന സമയം അദ്ദേഹം കരച്ചിലാണ്. ഉടനെ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്?
നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ സന്തത സഹചാരി, ആയിരക്കണക്കിന് ഹദീസുകളൊക്കെ എഴുതി അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിച്ച വ്യക്തിയല്ലേ, എന്തേ നിങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, നിങ്ങളുടെ ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ല ഞാൻ കരയുന്നത്, വഅബ്കി അലാ ബുഇദി സഫരി വഖില്ലതി സാദി, ഞാൻ കരയുന്നത് വിദൂരമായ ഒരു പ്രയാണത്തിലാണ് ഞാൻ, വിദൂരമായ ദീർഘദൂര യാത്രയ്ക്ക് പോവുകയാണ് ഞാൻ. ഖില്ലതി സാദി, ആ യാത്രയുടെ അവസാനം വരെ കഴിക്കാനുള്ള ഭക്ഷണമില്ല, അതോർത്ത് ഞാൻ കരയുകയാ. വംസൈതു അലാ ഫീ സുഊദി ജന്നത്തിൻ നവിന്നാർ, ഓരോ സമയവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പടച്ചവനെ നീ എന്നെ സ്വർഗത്തിലാണോ കയറ്റുന്നത് നരകത്തിലാണോ കയറ്റുന്നത്, ഇതെന്നെ വല്ലാണ്ട് അലട്ടുകയാ, അതാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒക്കെ മഹാന്മാരുടെ ചരിത്രം പറയാ, സ്വർഗത്തിലാണല്ലോ അവരൊക്കെ, എന്നിട്ട് അവര് കരയാണ്, ഞാൻ പോവോ, ഇവിടെ കയറുവോ ഇല്ലയോ, എന്ന് തള്ളിക്കളയോ പോകുന്ന വഴിയിൽ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ റഅയ്തുൽ ജന്നത നാമ താലിബുഹാ, ഒരു വല്ലാത്ത അത്ഭുതം തന്നെ, സ്വർഗത്തെ ഞാൻ കണ്ടിട്ട് അത് ചോദിക്കാതെ കിടന്നുറങ്ങുന്നവരെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തെ ഞാൻ കാണുകയാണ്, ആ നരകത്തിൽ നിന്ന് വിരണ്ടോടാൻ ആഗ്രഹിക്കാതെ കിടന്നുറങ്ങുന്നവരെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോലും എന്റെ മനസ്സിലൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇവനെയൊക്കെ ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ നരകത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടവൻ കിടന്ന് ഉറങ്ങുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹയോട് യാചിക്കേണ്ടവൻ കിടന്ന് ഉറങ്ങാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് ആ സ്വർഗത്തെ ചോദിക്കാതെ അവൻ കിടന്ന് ഉറങ്ങാണ്. ഇവനെനിക്ക് അത്ഭുതം തോന്നുന്നു.